ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. അപ്പൊ ഇന്ന് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറിലെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അറിയാം, എയർ പൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഷ്യലി കൺസേണിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ നിന്നൊരു എസ്എ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇത്രയും വലിയൊരു എസ്എ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എയർ ഇസ് എ പാർട്ട് ഓഫ് മാൻസ് എൻവയോൺമെന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എയർ. ബേസിക് ഓഫ് ആൾ ഫോം ഓഫ് ലൈഫ്. എല്ലാ ലിവിങ് ബീയിങ്ങിനും എയർ ഒരു എന്താണ് മസ്റ്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം എയറില്ല, ശുദ്ധവായു ഇല്ലെങ്കിൽ ജീവൻ തന്നെ ഇല്ല. അപ്പോ അടുത്തൊരു പോയിന്റ് ആണ്. അടുത്തത് സ്പെഷ്യൽ സെൻസ് ഓഫ് സ്മെല്ലും ഹിയറിംഗും ഈസ് മീഡിയേറ്റഡ് ബൈ എയർ. സ്മെല്ലും ഹിയറിങ്ങും എല്ലാം മീഡിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഞാനിപ്പോ പറയുന്നത് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് ഒരു എയർ എന്ന ഒരു മീഡിയം വഴിയാണ്. അടുത്ത് എയറിൽ എന്തൊക്കെ കോമ്പോസിഷൻ ഉണ്ടെന്ന് നോക്കാം. നൈട്രജൻ 78.1% ഉണ്ട്. ഓക്സിജൻ 20.9% ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതലുള്ള എയറിലുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. ഒരു അൺവേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സെക്കൻഡ് ആണ് ഓക്സിജൻ വരുന്നത് 20.9%. കാർബൺ ഡൈ ഓക്സൈഡ് 0.3% വരുന്നുണ്ട്. അടുത്ത് അതേഴ്സിൽ ആർഗൺ, നിയോൺ, ഹീലിയം പോലുള്ള വരുന്നുണ്ട്. ഇതിനെ റെയർ ഗ്യാസ് എന്നും പറയാറുണ്ട് കേട്ടോ. റെയർ ഗ്യാസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതാണ് എയർ. എന്താണ് എയർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഴുതിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് എന്താണ് ഡയറക്റ്റ് എയർ പൊല്യൂഷനിലോട്ട് പോകാം. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ഫോറിൻ മാറ്റർ. എന്തെങ്കിലും ഒരു എയറിന്റെ കമ്പോണന്റ് അല്ലാത്ത ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഒരു ഫോറിൻ മാറ്ററിന്റെ കോൺസെൻട്രേഷൻ അധികം, എക്സസീവ് എന്ന് പറയുമ്പോൾ അളവിൽ അധികമാകുമ്പോൾ ഇൻ ഔട്ട്ഡോർ അറ്റ്മോസ്ഫിയർ, എവിടെ അറ്റ്മോസ്ഫിയറിൽ, ഔട്ട്ഡോർ അറ്റ്മോസ്ഫിയറിൽ അധികമാകുമ്പോൾ, എക്സസീവ് കോൺസെൻട്രേഷൻ ആകുമ്പോൾ അത് മനുഷ്യന് ഹാംഫുൾ ആയിട്ട് മാറും. നമ്മൾ ശ്വസിക്കുന്നതും പക്ഷിമൃഗാദികളും പ്ലാന്റ്സും എല്ലാവരും ശ്വസിക്കുമ്പോൾ അത് എന്താണ് ഹാംഫുൾ ആവും. മാനിന് മാത്രമല്ല, അനിമൽസിനും പ്ലാന്റ്സിനും എല്ലാവർക്കും ലിവിങ് ബീയിങ്സിന് ഹാംഫുൾ ആവുമ്പോഴാണ് അത് എയർ പൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത് എന്തൊക്കെ കോസസ് കൊണ്ട് മെയിൻ ആയിട്ട് നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാവും എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓട്ടോമൊബൈൽസ് തന്നെയാണ്. ഓട്ടോമൊബൈൽസ് എന്താണ്, മോട്ടോർ വെഹിക്കിൾസ് ആർ മേജർ സോഴ്സ്. ഇപ്പൊ അറിയാം, നമ്മൾ സിറ്റീസിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒട്ടനവധി 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ ആണല്ലേ. ഇതിന്റെ എമിഷൻ, ഇതിന്റെ എന്താണ് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന പുക, അതൊക്കെയാണ് ഈ ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷന് കാരണമാകുന്നത്. ഇത് അർബൻ ഏരിയാസിലാണ് എന്താണ് കൂടുതലായിട്ട് വരുന്നത്. അർബൻ ഏരിയാസിന് കൂടുതലായിട്ട് വരുന്നത്. ഇറ്റ് എമിറ്റ്സ് ഹൈഡ്രോ കാർബൺസ് ആണ് കൂടുതൽ എമിറ്റ് ചെയ്യുന്നത്. പിന്നെ കാർബൺ മോണോക്സൈഡും ലെഡും ഇതെല്ലാം ഔട്ട്ഡോർ അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളാറുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമൊബൈൽസ് ഒരു മെയിൻ പോയിന്റ് ആണ്. അടുത്ത സെക്കൻഡ് പോയിന്റ് ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ കണ്ടാൽ അറിയാം. ആ ഒരു ചിമ്മിനീസിലൊക്കെ വഴി ഒരുപാട് പുക പുറന്തള്ളുന്നുണ്ട് അല്ലേ. ഇറ്റ്സ് എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് പൊല്യൂട്ടന്റ് ഇൻ ടു ദ എയർ. പൊല്യൂട്ടന്റ് കാരണം ഒരു വലിയൊരു ഇൻഡസ്ട്രി ഒക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് കെമിക്കൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുവഴി ഒരുപാട് സ്മോക്ക് ഒക്കെ ക്രിയേറ്റ് ആവാറുണ്ട്. ഇതെന്താണ്, ഹൈ ചിമ്മിനീസിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ സ്പീഡിലും ഒരുപാട് വേസ്റ്റ് എയറിലേക്ക് പുറന്തള്ളാറുണ്ട് അല്ലേ. അതിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്. കുറച്ച് ടേംസ് നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. അതിലുള്ള കുറച്ച് മെയിൻ വേർഡ്സ് ആണ് ഇതൊക്കെ. ഏതാണ് കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ. ഇതിന്റെ ഒരു കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്. അടുത്ത ഡൊമസ്റ്റിക് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഈ കൽക്കരിയും വുഡും ഒക്കെ കത്തിക്കുന്നത് വഴി, നമ്മൾ ഈ അടുപ്പിലൊക്കെ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുവഴി ഒരുപാട് എന്താണ് സ്മോക്ക് ഒക്കെ പുറത്തു വരാറുണ്ട്. ഇത് ഡസ്റ്റും നൈട്രജൻ ഓക്സൈഡും ഇതെല്ലാം വരുന്നത് കൊണ്ട് ഇതും എന്താണ് ഒരു എയർ പൊല്യൂഷന് ഉള്ള ഒരു കാരണമാണ്. മീൻസ് വലുതല്ലെങ്കിൽ ഒരു ചെറിയ അംശം ഇത് ഡൊമസ്റ്റിക് സോഴ്സ് കൊണ്ട് ആവാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഓഫ് കോഴ്സ് ഓട്ടോമൊബൈൽസ് കാരണമാണ്. പിന്നെ അതല്ല, ചെറിയ എക്സ്ട്രാ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്താണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോഴും, എന്തെങ്കിലുമൊക്കെ ഇൻസിനറേറ്റേഴ്സ് വഴിയും, എന്തെങ്കിലുമൊക്കെ സം അതർ സോഴ്സസിലും നമുക്ക് എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച് ഒരു സപ്പോയിന്റ് അതർ സോഴ്സസ് എന്നൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഈവൻ നമ്മൾ ഈ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഈ സ്പ്രേ ഒക്കെ ഒരുപാട് അടിക്കുമ്പോൾ അത് തന്നെ, അതിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് തന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്നു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ അതും നമുക്ക് അതേഴ്സിൽ എന്നൊക്കെ ഇട്ട് ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങൾക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച്. അടുത്ത് എന്തൊക്കെ എയർ പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് നോക്കാം.
ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 100-ലധികം സബ്സ്റ്റൻസ് എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതിൽ സം ഓഫ് ദി ഇമ്പോർട്ടന്റ് കാര്യം മാത്രമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഈ ഫാക്ടറിയിൽ കൂടെ ഈ പോകുന്ന പുകയില്ലേ, ഇതിൽ തന്നെ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ്, ഇതിൽ ഈ സൾഫർ ഡയോക്സൈഡും ഹൈഡ്രോ കാർബൺസും എല്ലാം ഈ പുകയിൽ തന്നെ കാണും. അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈൽസിലൊന്നും ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിലുണ്ട്. എയറിനെ പൊല്യൂട്ടന്റ് ആക്കുന്ന സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാർബൺ മോണോക്സൈഡ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റും കോമൺ ആയിട്ടുള്ള ഒരു എയർ പൊല്യൂട്ടന്റ് ആണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇത് കൂടുതലും എന്താണ് ഓട്ടോമൊബൈൽസിന്റെ എമിഷൻ കാരണമാണ്. അടുത്ത സൾഫർ ഡയോക്സൈഡ് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് കേട്ടോ. സൾഫറും ഡയോക്സൈഡും തമ്മിൽ ചേർന്ന് വരുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെയാണ് ഇത് പറയുന്നത്. ഇതിൽ സൾഫറിന് തന്നെ ഒരുപാട് ഫോംസ് ഉണ്ട്. ഈ സൾഫർ സാൾട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. 7ാമത്തെ പോയിന്റിലുണ്ട്. അതുപോലെ തന്നെയാണ് ലെഡ് അറിയാം, ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഹെവി മെറ്റൽ ആണ് അല്ലെ. ഈ ഹാംഫുൾ ആയിട്ടുള്ള ഹെവി മെറ്റൽ കൂടുതലും പെട്രോളിയം, ഈ പെട്രോളിന്റെ എമിഷൻ കാരണമാണ്. ഈ പെട്രോളിലൊക്കെ ലെഡിന്റെ സാന്നിധ്യം ഉണ്ട്. ആ ലെഡ് ആണ് ഓട്ടോമൊബൈൽസ് വഴി കൂടുതൽ ഒരു എയർ പൊല്യൂട്ടന്റ് ആവുന്നത്. കാർബൺ ഡയോക്സൈഡും നമുക്കറിയാം, നമ്മുടെ ശ്വസിച്ച് കളയുന്നത് കാർബൺ ഡയോക്സൈഡ്. അത് വലിയൊരു സോഴ്സ് അല്ലെങ്കിലും ഓഫ് കോഴ്സ് ഒരു ചെറിയൊരു പാർട്ടുണ്ട്. അടുത്ത ഹൈഡ്രോ കാർബൺസ് കൂടുതലും കോൾ, വുഡ് ഒക്കെ പ്രോസസ് ചെയ്യുമ്പോഴും പെട്രോളിയം യൂസിലൊക്കെയാണ് വരുന്നത്. പിന്നെ കാഡ്മിയം വരുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ്. അതിൽ ഇൻഡസ്ട്രിയൽ കാര്യങ്ങളിലൊക്കെയാണ്. ഹൈഡ്രജൻ സൾഫൈഡ് വരുന്നുണ്ട്. ഓസോണിന്റെ ഡിപ്ലീഷന് കാരണമാകുന്ന O3 ആണ് അതിന്റെ കെമിക്കൽ ഫോം എന്ന് പറയുന്നത്. അതൊരു പ്രൈമറി സോഴ്സ് അല്ലെങ്കിലും ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് വരുമ്പോൾ വേറെ ഏതെങ്കിലും ആയിട്ട്, ഈ ഓസോൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അത് പെട്ടെന്ന് നൈട്രജൻ ആയിട്ടോ സൾഫൈഡ് ആയിട്ടോ ഏതെങ്കിലും ആയിട്ടൊക്കെ പെട്ടെന്ന് കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ അതൊരു ഹാംഫുൾ ആയിട്ടുള്ളത് ആവാറുണ്ട്. അടുത്ത പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആണ്. പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ, നമ്മളിപ്പോ PM25 എന്നൊക്കെ പറയും. അത് വളരെ 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 മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്. ഇത് നേരെ നമ്മൾ പൊല്യൂട്ടന്റ് ആയിട്ട് വന്ന് നമ്മുടെ പെട്ടെന്ന് മൂക്കിലൂടെയൊക്കെ കയറി നമ്മുടെ ലങ്സിലൊക്കെ അടിഞ്ഞു കയറാറുണ്ട്. ഇത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുന്നതാണ്. ഈ PM25ഉം ഈ PM2.5 ആണ് കേട്ടോ. PM2.5ഉം അങ്ങനത്തെ കുറച്ച് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്. പിന്നെ PM10 ഉണ്ട് കേട്ടോ. PM10 ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇൻഡോർ എയർ പൊല്യൂഷൻ. നമുക്കറിയാം ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഔട്ട്ഡോർ ആയിട്ടുള്ള എയർ പൊല്യൂഷന്റെ ആണ്, ഈ ഓട്ടോമൊബൈൽസും ഇൻഡസ്ട്രിയൽസ് എന്നൊക്കെ വരുന്നത്. അടുത്ത ഇൻഡോർ ആയിട്ടും കുറച്ച് എയർ പൊല്യൂഷൻ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണല്ലേ. കാരണം ഒരു ദിവസം ഒരു 5 to 6 hours ഒക്കെ അടുക്കളയിൽ ചെലവഴിക്കാറുണ്ട്. അതുപോലെ മെയിൻ ആയിട്ട് ഇൻഡോർ എയർ പൊല്യൂഷനിൽ കിച്ചൺ ആണ് തന്നെയാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് മൈക്രോ എൻവയോൺമെന്റ് ആണ്. പീപ്പിൾ സ്പെൻഡ് ലാർജ് പാർട്ട് ഓഫ് ദെയർ ടൈം നമ്മുടെ ഒരു ജീവിതത്തില് ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണ്, ഇൻഡോറിലായിരിക്കും. ഈ അമ്മമാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. അടുത്ത മേജർ സോഴ്സ് ഓഫ് ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സോളിഡ് ഫ്യൂവൽ ആണ്. സോളിഡ് ഫ്യൂവൽ നമ്മൾ ഈ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. ടൊബാക്കോ സ്മോക്കിംഗ് ഓഫ് കോഴ്സ് ഒരു എയർ പൊല്യൂഷന് കാരണമാകുന്നു. പിന്നെ നമ്മൾ ഈ എയർ കണ്ടീഷനിങ് AC ഒക്കെ നമ്മൾ എല്ലാവരും വീട്ടിൽ കാണും. അപ്പൊ അതിന്റെ പുവർ മെയിൻ്റനൻസ്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ, വെന്റിലേഷൻ ഒന്നും കറക്റ്റ് അല്ല എങ്കിലും എയർ പൊല്യൂഷനും ഒരു ഇൻഡോർ എയർ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്. പിന്നെ ഈ ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, പെട്ടെന്നുള്ളത്. ഇപ്പോ ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് പുകയടിച്ചു, അപ്പൊ ഇന്ന് തന്നെ ഒരു അക്യൂട്ട് പെട്ടെന്നൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നു. അത് കൂടുതലും യങ് ചിൽഡ്രനിലാണ് കാണുന്നത്. അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്രോണിക് ലങ് ഡിസീസ് ക്രോണിക് ലങ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു 6 months ഓഫ് ഡ്യൂറേഷൻ, അല്ലെ ഒരു 3 to 6 months ഓഫ് ഡ്യൂറേഷൻ, ഒരു ലോങ് പീരീഡ് ഓഫ് ഡ്യൂറേഷനിൽ നമുക്ക് വരുന്നതാണ് ക്രോണിക് എന്ന് പറയുന്നത്. ഇതെന്താണ്, ലങ് ഡിസീസിനും ക്യാൻസർ ഇൻ അഡൽട്സിനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അടുത്ത് ഓഫ് കോഴ്സ് ഈ അമ്മമാരൊക്കെ പ്രഗ്നന്റ് ടൈമിലൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്ത് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ വരും. പ്രഗ്നന്റ് പീരീഡിലൊക്കെ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വരാം. ജനിക്കുന്ന കുട്ടികൾക്ക് മീൻസ് എക്സസ് ആയാൽ മാത്രമാണ് കേട്ടോ. എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ചില സ്റ്റിൽ ബർത്ത് പോലുള്ള റെയർ കണ്ടീഷൻ ഒക്കെ വരാറുണ്ട്. അടുത്ത എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഈ എയർ പൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെ എഫക്ട് ഉണ്ടാവും? ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിക്കുന്നത് സെയിം തന്നെയാണ്. ഹെൽത്ത് ആസ്പെക്ട്സ്, ഹെൽത്തിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. ബോത്ത് ഇമ്മീഡിയറ്റും ഡിലേഡും ആയിട്ടുള്ളത്.
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതും ഡിലേഡ് ആയിട്ടുള്ളത്. ഡിലേയുടെ സ്പെല്ലിംഗ് തെറ്റിയോ? DELAYED ആണ്. ഡിലേഡിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇമ്മീഡിയറ്റ് ഡിലേഡ് ആയിട്ടുള്ള ഇതുണ്ട്. അടുത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ എന്താണ്? അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്. അക്യൂട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ബ്രോങ്കൈറ്റീസ് വരാറുണ്ട്. ബ്രോങ്കൈറ്റീസ് എന്ന് പറയുമ്പോൾ ബ്രോങ്കസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഐ ടി ഐ എസ് എന്ന വാക്കിന്റെ എൻഡിൽ കണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. അക്യൂട്ട് ബ്രോങ്കൈറ്റീസ് ഉണ്ടാകുന്നത്. പിന്നെ ഡിലേഡിൽ ഓഫ്കോഴ്സ് ക്രോണിക് ആയിട്ടുള്ള ബ്രോങ്കൈറ്റീസ് ഉണ്ടാവാറുണ്ട്, ലങ് ക്യാൻസർ ഉണ്ടാവാറുണ്ട്, ആസ്മ, എംഫിസിമ ഇതുപോലുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ്? പ്ലാന്റ്സിന്റെയും അനിമലിന്റെയും ലൈഫിന് ഒരു ഇതാണ്. ഹ്യൂമൻ ലൈഫിന് മാത്രമല്ല, ഹ്യൂമൻ ഹെൽത്തിന് മാത്രമല്ല, പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഒരു ഡിസ്ട്രക്ഷനും എല്ലാത്തിനും എയർ പൊല്യൂഷൻ ഒരു കാരണമാകാറുണ്ട്. അടുത്ത കൊറോഷൻ ഓഫ് മെറ്റൽസ് അല്ലെ. ഈ നമുക്കറിയാം ഈ കോസ്റ്റൽ ഏരിയാസിലുള്ളവർക്ക് വീടിലും ബൈക്കിലും ഒക്കെ പെട്ടെന്ന് തുരുമ്പൊക്കെ എടുക്കാറുണ്ടല്ലേ. അത് ഈ സാൾട്ടിന്റെ കണ്ടന്റ് എയറിൽ കൂടുതലുള്ള ആയതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ചുറ്റുപാടും കൂടുതലുണ്ടെങ്കിൽ അതെന്തെങ്കിലും മെറ്റൽസിലൊക്കെ കൊറോഷൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഡാമേജ് ടു ബിൽഡിങ്സ് ആൻഡ് ഡാമേജ് ടു ക്ലോത്തിങ്. ബിൽഡിങ്സ് നമ്മുടെ വീടിനും അങ്ങനത്തെ വീട്ടില് ഈ താജ്മഹലിന്റെ കളറൊക്കെ ഡിമിനിഷ് ആവുന്നില്ലേ, അതും എയർ പൊല്യൂഷന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അത് ബിൽഡിങ്സിന് ഡാമേജ് ഉണ്ടാകാറുണ്ട്. പിന്നെ ക്ലോത്തിങ്സിനൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അടുത്തെന്താ, ഇനി നമുക്ക് എങ്ങനെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഒരു എയർ പൊല്യൂഷനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ്. ഇതിൽ 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇത് 2 മാർക്സ് ക്വസ്റ്റ്യനിൽ കൺഫേം ആയിട്ട് വരുന്നതാണ്. മാത്രമല്ല 1 വേർഡ്സിലും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടെയ്ൻമെന്റ് ആണ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എയർ പൊല്യൂഷൻ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം. ദ എസ്കേപ്പ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസിന്റെ എസ്കേപ്പ് പ്രിവെൻഷൻ ചെയ്യുക ബൈ എന്താണ്? വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ്. ഒരുപാട് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതുവഴി എങ്ങനെ നമ്മൾ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന്, ഒരു എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അതെങ്ങനെ പുറത്തോട്ട് പോകുന്നത് തടയാം, അതിന്റെ എസ്കേപ്പ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അത് എഞ്ചിനീയർ മെത്തേഡ് വഴിയാണ്. അത് എൻക്ലോസർ ചിലപ്പോൾ അടച്ചുമൂടി ഇടുന്നത് വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് വെന്റിലേഷൻ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ എയർ ക്ലീനിങ് വഴിയായിരിക്കാം കേട്ടോ. ക്ലീനിങ് വഴിയായിരിക്കാം കേട്ടോ. ഇതിലെ മെയിൻ പോയിന്റ് എന്ന് നമ്മൾ പറയേണ്ടത് ഡെവലപ്മെന്റ് ഓഫ് അറസ്റ്റേഴ്സ് ആണ്. അറസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ചിമ്മിനി ഉണ്ടെന്ന് വെച്ചോ, അതിൽ എന്തെങ്കിലും ഒക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് അവര് എന്താണ് ആ പുറത്തോട്ട് പോകുന്ന എയറിനെ പ്രിവെന്റ് ചെയ്യുകയാണ്. അതൊരു എഞ്ചിനീയർ മെത്തേഡാണ്. ആ വാക്ക് മിസ്സാക്കരുത്. എഞ്ചിനീയർ മെത്തേഡാണ് ഡെവലപ്മെന്റ് ഓഫ് അറസ്റ്റേഴ്സ്. അത് കണ്ടെയ്ൻമെന്റിന്റെ ഒരു മെയിൻ പരിപാടിയാണ്. അടുത്ത് റീപ്ലേസ്മെന്റ്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ അല്ലെ, ചില ഇപ്പൊ കൂടുതലും പെട്രോളിയം വണ്ടികൾക്ക് പകരം പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഇലക്ട്രോണിക് EV വെഹിക്കിൾസ് ആണ്. EV വെഹിക്കിൾസ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതെല്ലാം എന്താണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ട പരിപാടിയാണ്. ഇപ്പൊ KSRTC ബസ്സൊക്കെ വരെ ഇപ്പൊ ഇലക്ട്രോണിക് ബസ്സൊക്കെ ഇറക്കാറുണ്ട്. അതും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലോങ് ടേം ഗോളിന്റെ ഒരു ചെറിയ ചെറിയ പാർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണ് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂസ് കൂടുന്നത് വഴി നാച്ചുറൽ ഗ്യാസിന്റെ ഒക്കെ ഇത് കുറയ്ക്കാം. നമ്മൾ ഈ LPGയും കോളടുപ്പും വുഡ് അടുപ്പും എല്ലാം കുറച്ച് ഇൻഡക്ഷൻ കുക്കറിലോട്ടൊക്കെ മാറി ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസ് ചെയ്യുന്നത് വഴി പൊല്യൂഷന്റെ ഒരു ഇത് നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഡീലെഡഡ് പെട്രോൾ, ലെഡ് നമ്മുടെ പെട്രോളിലുണ്ട്, അതിന്റെ ഡീലെഡ് ചെയ്ത വെർഷൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ ലെഡ് എമിഷൻ നമുക്ക് കുറയ്ക്കാനും പൊല്യൂഷൻ കുറയ്ക്കാനും പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് ലെഡ് ഇൻക്ലൂഡഡ് പെട്രോളിന് പുറമെ അതിന്റെ യൂസേജ് കുറച്ചിട്ട് ഡീലെഡഡ് ആയിട്ടുള്ള പെട്രോൾ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതാണ് എന്താണ് ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ നിങ്ങൾ ആ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ കാര്യം മെൻഷൻ ചെയ്ത് ഈ പെട്രോളിന്റെ കാര്യമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് വരും റീപ്ലേസ് ചെയ്യുക. ആ പേര് പോലെ തന്നെയാണ്, റീപ്ലേസ് ചെയ്യുക എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. ഡീലെഡഡ് പെട്രോൾ. ഇതും കണ്ടെയ്ൻമെന്റിൽ അറസ്റ്റേഴ്സ് എന്ന വേർഡ് മറക്കരുത്, എഞ്ചിനീയറിംഗ് മെത്തേഡ് ആണത്. ഓക്കെ, അടുത്ത 2 ഡയലൂഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇത് 2 മാർക്സിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞൊരു 3-4 എക്സാം ആയിട്ട് ഡയലൂഷൻ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലുള്ളൊരു വേർഡ് എത്തിക്കാം. അടുത്ത ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി ഓഫ് എൻവയോൺമെന്റ് ആണ് അല്ലേ. ഇപ്പൊ നമുക്കറിയാം ചില ഇൻഡസ്ട്രീസ് ഒരു വലിയ സ്ക്വയർ ഫീറ്റ് ഓഫ് ഏരിയയിൽ, വലിയൊരു ഹെക്ടർ കണക്കിനുള്ള ഏരിയയിൽ നടുക്കായിരിക്കും ഒരു ഇൻഡസ്ട്രി ഉള്ളത്.
അതിന്റെ ചുറ്റും കുറെ ട്രീസും കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ ഏരിയ കാണും. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ താമസിപ്പിക്കാറുള്ളൂ. എങ്കിലുമൊക്കെ സിനിമയിൽ കണ്ടത് ആയിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് കാണും. അതിനെന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീസിനും ഒരു ഹ്യൂമൻ റെസിഡൻഷ്യൽ ഏരിയക്കും ഇടയിൽ കുറെ പ്ലാൻസ് ഒക്കെ വെക്കുകയാണ്. ഈ പ്ലാൻസ് ഒക്കെ വെക്കുന്നത് വഴി എന്താണ്, ഇവിടെ നിന്ന് പോകുന്ന ഈ എമിഷൻ, ഇവിടെ നിന്ന് പോകുന്ന ആ പൊല്യൂഷൻ ഈ ട്രീസ് മാക്സിമം എടുക്കും. മാക്സിമം അതങ്ങ് പൊല്യൂഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഫ്രഷ് എയർ ഹ്യൂമൻസിലോട്ട് എത്തിക്കും. അതാണ് ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അത് സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റിയാണ്. പിന്നെ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് വേർഡാണ്. ഇതിന്റെ ഗ്രീൻ ബെൽറ്റ്സ് എന്നാണ് ഇതിന്റെ കറക്റ്റ് പേര് കേട്ടോ. കറക്റ്റ് ഗ്രീൻ ബെൽറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഏതിന്? ഇൻഡസ്ട്രിയൽ ഏരിയാസിനും റെസിഡൻഷ്യൽ ഏരിയാസിന്റെയും ബിറ്റ്വീൻ ഗ്രീൻ ബെൽറ്റ്സ് തയ്യാറാക്കുന്നു. ഗ്രീൻ ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്, ലോട്ട് ഓഫ് പ്ലാന്റ്സ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നു, വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പൊ അതുവഴി എന്താണ്, ഈ പൊല്യൂഷൻസ് മരങ്ങൾ അബ്സോർബ് ചെയ്ത് ഹ്യൂമൻസിന് കുറച്ച് സേഫ് ആയിട്ടുള്ള എയർ എന്താണ് ഫിൽട്ടർ ചെയ്ത് കൊടുക്കും. അതാണ് ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ആ ഡയലൂഷൻ അത് ഇമ്പോർട്ടന്റ് സാധനമാണ്, മറക്കരുത്. ഗ്രീൻ ബെൽറ്റ്സ് ഒരു വൺ വേർഡ് നിങ്ങൾക്കുള്ള ഷുവർ വൺ വേർഡ് മാർക്കാണ്, അതും മിസ്സാക്കരുത്. അപ്പൊ അടുത്ത ലെജിസ്ലേഷൻ, നമുക്കറിയാം ഒരുപാട് ലെജിസ്ലേഷൻ ഉണ്ട്, ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റും നിങ്ങൾക്ക് വൺ വേർഡിൽ ഷുവർ ആയിട്ട് ചോദിക്കാവുന്നതാണ് ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. മറക്കരുത്. നിങ്ങളിപ്പോ പഠിച്ചാലും നിങ്ങൾ ഫ്യൂച്ചറിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് അടുത്ത് കേൾക്കാൻ പറ്റിയൊരു ആക്ട് ആണ്. ദ എയർ ആക്ട് എന്നാണ് പറയുന്നത്. അതിൽ ബ്രാക്കറ്റിനകത്ത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ എന്നൂടെ ഉണ്ട്. ഈ ആക്ട് പ്രകാരം എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഹൈറ്റ് ഓഫ് ദി ചിമ്മിനീസിന്റെ ഹൈറ്റ് ഇത്ര നിശ്ചിത ഉയരത്തിലേ കൊടുക്കാവൂ എന്ന് ലെജിസ്ലേഷൻ പറയുന്നുണ്ട്. പിന്നെ ലോക്കൽ അതോറിറ്റീസിന്, ഇപ്പോ നമുക്കും നമ്മളൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, അപ്പൊ നമുക്കും ഇതുപോലുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു പവർ ഉണ്ട്, പവർ ഓഫ് ലോക്കൽ അതോറിറ്റീസ്. അടുത്ത് എന്താണ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്ത് എയർ ക്വാളിറ്റി കുറയുകയാണ്, അപ്പൊ അവിടെ നമുക്ക് പോയി ഒരു റിസർച്ച്, ഒരു പ്രോജക്റ്റ് പോലെ എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തി അതിലെന്താണ് നമുക്ക് നടത്താനുള്ള, എന്താണ് നമുക്ക് അതിൽ ശരിയാക്കാൻ പറ്റുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച് അത് കൺസേണിങ് ബോഡീസിനെ അറിയിക്കുക. അതൊക്കെയാണ് ഈ ലെജിസ്ലേഷൻ പറയുന്നത്. അപ്പൊ വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. ഈ ഡയലൂഷനിലെ ആ ഗ്രീൻ ബെൽറ്റിന്റെ കാര്യം സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റിയാണ്, ഇൻഡസ്ട്രിയിലും റെസിഡൻസിനും ഇടയ്ക്കാണ് ഉള്ളത്. ലെജിസ്ലേഷൻ 1981 ദ എയർ ആക്ട്, അതിന്റെ കാര്യം മറക്കരുത്. അല്ല, മെയിൻ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് എഫക്ട്സ് പഠിച്ചു, എന്തൊക്കെ എഫക്ട്സ് ഉണ്ടെന്ന് പഠിച്ചു, എന്തൊക്കെ എയർ പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് പഠിച്ചു, ഇൻഡോർ എയർ പൊല്യൂഷൻ എന്തൊക്കെ കാരണമാകുമെന്ന് പഠിച്ചു, പിന്നെ എങ്ങനെ പ്രിവെൻഷൻ ചെയ്യാം, ഒരു എയർ പൊല്യൂഷൻ എങ്ങനെ പ്രിവെൻഷൻ ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഇന്റർനാഷണൽ ആക്ഷൻ കോഡ് ഉണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ സുപ്രീം ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്നത് WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ അവരൊരു ഓവറോൾ കണക്കുണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഇന്ത്യയിൽ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊരു ടീമിനെ അയക്കുന്നു, അവർ കുറച്ച് റെമഡിയൽ മെഷേഴ്സ് ഒക്കെ പറഞ്ഞു വരുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്, അല്ലെ? ഒരു സാമൂഹിക ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു ആസ് എ JHA എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതെല്ലാം വെച്ച് സിമ്പിൾ ആയിട്ട് ഈ എക്സേ കംപ്ലീറ്റ് ചെയ്യാം. ഈ 4 പോയിന്റ്, ബാക്കി എന്ത് മറന്നാലും ഈ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ ഈ 4 പോയിന്റ് മറക്കരുത്. കണ്ടെയ്ൻമെന്റ്, റീപ്ലേസ്മെന്റ്, ഡയലൂഷൻ, ലെജിസ്ലേഷൻ. ഈ പോയിന്റ്സ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഏതാ, നിങ്ങൾക്ക് 5 മാർക്സിനും ചോദിക്കാം ഇത് മാത്രം, 2 മാർക്സിനും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിക്കാം, ഓൺവേർഡ്സിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് പഠിക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.